കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന്. എന്ത് എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷനും ഒക്കെ കാരണമാണ് ഇത്രയും നീണ്ടുപോയത്. അപ്പൊ ഇന്ന് എന്തുവായാലും എനിക്ക് കരുനാഗപ്പള്ളി മഹേന്ദ്രയുടെ ഷോറൂം വരെ പോകണമായിരുന്നു വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് പോയി അത്രയും നേരം പോസ്റ്റ് ആകാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ദർശനയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. 9:30 ഷോറൂമിൽ എത്തേണ്ട ഞങ്ങള് എത്തിയപ്പോഴത്തേക്ക് 10:15 പെട്ടെന്ന് തന്നെ സാധന സാമഗ്രികളൊക്കെ വാരിപ്പെറുക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചേട്ടന് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സർവീസിന്റെ ഓഫീസിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട പേപ്പറൊക്കെ സൈൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് പറഞ്ഞു എച്ച്.ആൻഡ്.ജെ മാളിലോട്ട് വിടാവോ എന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ വേറൊരു ഓട്ടത്തിന് പോവാ, നിങ്ങൾ ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നടന്നു പോയാൽ മതി, അപ്പുറത്താ ഓട്ടോ സ്റ്റാൻഡെന്ന്. അത് കേട്ടതും ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നമ്മുടെ കായംകുളത്ത് ഭയങ്കര മഴയാണെങ്കിലും ഇവിടെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് പതുക്കെ ഞങ്ങൾ എച്ച്.ആൻഡ്.ജെ മാളിലേക്ക് പുറപ്പെട്ടു. അപ്പം ഞങ്ങള് ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഞങ്ങൾ കണ്ടിട്ട് ഇപ്പൊ 2-2.5 മാസത്തോളമായി. കുറെ നാളുകൊണ്ട് കാണുന്നില്ല. പക്ഷെ ഡെയിലി വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ എച്ച്.ആൻഡ്.ജെ മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ബോർഡ് കണ്ട്, ശ്രീ ആര്യാസ് പ്യുവർ വെജ് റെസ്റ്റോറന്റ് എന്ന്. പക്ഷെ അത് എവിടാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെയൊക്കെ തപ്പി നടന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് അകത്താണ്, നേരെ അങ്ങോട്ട് പോയാൽ മതിയെന്ന്. അത് കേട്ട പാതി അങ്ങോട്ട് നേരെ നടന്ന് ലിഫ്റ്റിലോട്ട് ചാടിക്കേറി. ഏത് ഫ്ലോറിലാണെന്ന് പോലും നോക്കാതെ ലിഫ്റ്റിൽ കയറിയിട്ട് എവിടെയോ പിടിച്ച് പ്രസ് ചെയ്ത് വേറെ ഏതൊക്കെയോ ഫ്ലോറിൽ 2-3 ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവസാനം ഞങ്ങൾ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോറിലോട്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ അവിടോട്ട് പോയിരുന്നോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം, ഫാൻ ഉള്ളിടം നോക്കി ഇരിക്കാൻ പറഞ്ഞു, നല്ല കാറ്റായിരിക്കും. അത് കേൾക്കേണ്ട താമസം ഞാനും അവളും കൂടെ അങ്ങോട്ട് പോയിരുന്നു വീണ്ടും കത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്ന് ഞാനും അവളും നെയ് റോസ്റ്റും ചായ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നെയ് റോസ്റ്റ് ആയിരുന്നു, ചായയും കുഴപ്പമില്ലായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മെയിൻ കാരണക്കാരി ഇവളാണ്. ഇവളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ചേച്ചി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാനൊരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്നേരം ഇവൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കും, ചേച്ചി നിങ്ങൾ എന്താ ഇന്ന് വീഡിയോ ഇടാഞ്ഞത്, വീഡിയോ ഡെയിലി ഇടണം എന്നാലേ റീച്ച് കിട്ടൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇവള് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുവാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയത് എങ്ങനെയാണെന്നുള്ള ഒരു വലിയ സ്റ്റോറിയാണ്, അത് പോകെ പോകെ പറയാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിലിം തുടങ്ങാൻ ഇനി 11:40 ഫിലിം. ഇപ്പൊ ഒരു 10:45 ഉള്ളു. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറെ നേരം കറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എസ്കലേറ്റർ കയറിയപ്പോൾ അവൾക്ക് പേടിയാന്ന് പറഞ്ഞു അവള് സൈഡിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ കയറി വന്നു. കാരണം ചേച്ചി കയറിക്കോ എനിക്ക് പേടിയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിലിം കാണാനുള്ള ടൈമൊക്കെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് ഫിലിം കാണാൻ കയറി. സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ച് ഫിലിം കൊള്ളത്തില്ല, പൊട്ടപ്പടമായിരുന്നു, വരണ്ടാന്നൊക്കെ തോന്നി. പിന്നെ പിന്നെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഒരു ഹോട്ടൽ നോക്കി, അത്യാവശ്യം നല്ല റിവ്യൂ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോഴത്തേക്ക് 3 മിനിറ്റേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ കണ്ടതാണ് ഈ പൂച്ചക്കുട്ടിയെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 മിനിറ്റ് എന്ന് കാണിച്ച് ഗൂഗിൾ മാപ്പ് കാണിച്ചെടുത്ത് 10 മിനിറ്റ് കൊണ്ട് നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കോ അവിടെ ആണെങ്കിൽ 1,00,000 ആൾക്കാർ, ഭയങ്കര തിരക്ക്. അങ്ങനെ മീൽസ് ഉണ്ടോ, അതില്ല. ബിരിയാണി ഉണ്ടോ, അതില്ല. എന്തോ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഫ്രൈഡ് റൈസും കുഞ്ഞുള്ളി ചിക്കനും. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ചില്ലി ചിക്കൻ ഇല്ലേ? ഇല്ല മോളെ, അത് റെഡി ആവുന്നേ ഉള്ളൂ, കുഞ്ഞുള്ളി ചിക്കൻ ആണ് ഫ്രൈഡ് റൈസിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് വന്നു. ഫ്രൈഡ് റൈസ് കണ്ടപ്പോഴേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നല്ലതായിരിക്കും, ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. ആ സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്ത് വിളമ്പിയെല്ലാം വെച്ചിട്ട് വായിലോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കിളി പാറിയെന്ന് പറയാം. ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇത്രയും വൃത്തികെട്ട ഒരു ഫ്രൈഡ് റൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ഫ്രൈഡ് റൈസ് എന്ന് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ചു വാരി കഴിച്ചതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് തിരിച്ച് ഷോറൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കായംകുളത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് മഴയുണ്ടായിരുന്നു. അങ്ങനെ അവളെയും വീട്ടിൽ കൊണ്ടുവിട്ട് പതുക്കെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ച, പനി പിടിച്ച് 1 മാസമായിട്ട് സ്കൂളിൽ പോയിരുന്ന ചക്കര കൊടയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുറെ നേരം ഞാൻ വിളിച്ചിട്ടും പുള്ളിക്കാരി വരുന്നില്ല. അപ്പം ഞാനും വിചാരിച്ച് മഴ നനയുന്നില്ലല്ലോ, കുട പിടിച്ചാണല്ലോ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന്. ഫ്രൈഡ് റൈസ് ഇന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പം അത്രയൊക്കെയുള്ള വിശേഷമേ.